ഈ ജിസയിലായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് അത് കൈൻഡ് ഓഫ് എന്താ പറയുക, ജിസയിലിനെ എങ്ങനെയാണ് ആര്യൻ കാണുന്നത്? ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നാണോ അതോ മോർ ദാൻ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണോ? എന്താണ്? എല്ലാവർക്കും കൺഫ്യൂഷൻ കാണും. നിങ്ങളുടെ ഫാമിലി തിരിച്ച് എയർപോർട്ടിൽ വന്നപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ലവ് ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ, അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. അമ്മയ്ക്ക് എന്താ പ്രശ്നം? അമ്മ ചോദിക്കും ലവ് ആണെങ്കിൽ ലവ് ചെയ്തിട്ട് ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ട് ആവട്ടെ. അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല ഈ കാര്യത്തിൽ. എന്റെ ഡിസിഷൻ മേക്കിംഗ് എന്റെ കയ്യിലാണ്. പക്ഷെ എനിക്ക് ഇവിടെ ഒരു ടേം കൊടുക്കണമെന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ഗിവ് എ ടേം ലൈക് ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്, ഗേൾ, വൈഫ്, എക്സ്, അങ്ങനൊന്നും. അതെന്ത് ടേമാ? ദീസ് ടേംസ് ആർ യൂസ്ഡ് ബൈ ഹ്യൂമൻ ടു ടെൽ ദ സൊസൈറ്റി ഇതാണ് നമ്മള്. ഇവിടെ എനിക്ക് സൊസൈറ്റിനെ അങ്ങനെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു ഷോയിൽ പോയി, എനിക്ക് വേണ്ടി ഒരു കുട്ടി എക്സ്ട്രാ കൈ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ജിസേൽ എനിക്ക് വേണ്ടി ഒരു ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അവളുടെ ഈ പറഞ്ഞ പോലെ ഗെയിം റിസ്ക് ചെയ്തിട്ട് എനിക്ക് വേണ്ടി അവിടെ ചപ്പാത്തിയൊക്കെ ഉണ്ട്, അവൾ അരിഞ്ഞ് കഴിക്ക്. അങ്ങനെ തന്നെ ഒരാൾ ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ പറയുന്നത്, ഇൻ ദ വേൾഡ് ഓഫ് ഹേറ്റ്, in the world of a pressure cooker, someone is sending you love. Someone is giving you their part of food. ഇതെന്ന് പറഞ്ഞാൽ അതിൽ ടേം ചെയ്യേണ്ട കാര്യമില്ല. അവിടെ തന്നെ നമുക്ക് ഒരാളോട് ഇങ്ങനെ നല്ല ക്ലോസ് ആയിട്ട് അഫെക്ഷൻ ആവും. ഓ ദാറ്റ്സ് സോ സ്വീറ്റ് ഓഫ് ഹർ മാൻ, ഷീ ഗേവ് മീ ഹർ ഫുഡ്. നമ്മളങ്ങനെ സംസാരിക്കേണ്ട സ്കൂളിലൊക്കെ ലൈക്ക് യു നോ. സോ അതൊക്കെ ഭയങ്കര നോർമൽ കാഷ്വൽ ടേംലെസ് ടേം കൊടുക്കുന്ന ആക്കില്ല. പക്ഷേ റിയലി ലവ് ഹർ, ഐ റിയലി ലൈക്ക് ഹർ. ഒരു ബ്യൂട്ടിഫുൾ സോളാണ്, ഭയങ്കര ജെനുവിൻ കുട്ടിയാണ്. ആൻഡ് ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പറഞ്ഞ സ്വീറ്റ് ഹാർട്ട് എന്ന് വിളിക്കില്ല, അങ്ങനെ പോലത്തെ ഒരു മനുഷ്യനാണ്. ഷീ ഈസ് ഹ്യൂമാനിറ്റി ഫിൽഡ്. ആൾക്കാരെ കളിയാക്കി അവളെ, ഹ്യൂമാനിറ്റി കുറച്ച് വാരി അരിയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ വൺ ഹ്യൂമാനിറ്റി അവൾക്ക്. അവൾ ഭയങ്കര പ്യുവർ സോളാണ്. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന കുട്ടി. എന്നെ മാത്രമല്ല, ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എന്നോട് പ്രത്യേകത കൂടുതലായിരുന്നു. പക്ഷെ ബാക്കി എല്ലാവരോടും നല്ല ഈ പറഞ്ഞ പോലെ ഫുഡിന്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ഷീ ഈസ് ബീൻ ലൈക്ക് എ ഫാമിലി. ജിസയിൽ ഇല്ലെങ്കിൽ ഈ വീട്ടിലൊരു ഒരു മെയിൻ ഹാർട്ട് പോർഷൻ ഓഫ് ഹ്യൂമാനിറ്റി ഫാമിലി പേഴ്സൺ എന്തായാലും ഈ വീട്ടിൽ നിന്ന് കട്ടായി പോയത്. അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പൊ ഞാൻ ടേം കൊടുക്കണില്ല, പക്ഷെ ദിസ് ഇസ് വാട്ട് ഐ എക്സ്പ്ലെയിൻ ടു അബൌട്ട് ഹർ. ദാറ്റ് ഇസ് ഷീ ടു മീ. യു നോ, ഈ ഹൗസിലൊരു ഹാപ്പി പ്ലേസ്. അതെ, ദാറ്റ്സ് വാട്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഔട്ട് ആവുന്നതിന് മുമ്പ് ഏറ്റവും വലിയൊരു ഇഷ്യൂ നടന്നത് നമ്മുടെ ഷാനവാസിക്കയ്ക്ക് വയ്യാണ്ടായതായിരുന്നു. അപ്പോൾ ശരിക്കും എന്തായിരുന്നു അവിടെ സംഭവിച്ചത് എക്സാക്ട്ലി? നമ്മൾ എപ്പിസോഡിൽ കാണുന്നതിലും അപ്പുറം എന്തായിരുന്നു നടന്നത്? ഒന്നുമില്ല, ഞാൻ വീക്കെൻഡിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ പറഞ്ഞു, ലാലേട്ടാ അവിടെ നടന്നത് പാലിന്റെ ഇങ്ങോട്ടും അങ്ങോട്ടും ഇതുണ്ടായിരുന്നു, കയ്യങ്കളി ഉണ്ടാവുന്നു. നമ്മള് ലാലേട്ട വീട്ടിലെ ഈ പറഞ്ഞ പോലെ കയ്യങ്കളി ഉണ്ടായിരുന്നു, പാൽ വെച്ചിട്ട്. അപ്പൊ അതില് പാൽ മൊത്തം തീർന്നപ്പോ ഇങ്ങോട്ടും അങ്ങോട്ട് പാലരിഞ്ഞ് കളിച്ചു. ആ സമയത്ത് പാലിന്റെ ഒരു കാർഡ്ബോർഡ് കൊണ്ടുപോയി ഇങ്ങനെ പിടിച്ച് താഴെ പോകുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ബോക്സ് ആയിരുന്നു, ബോക്സ് മാത്രം, പാലെല്ലാം തീർന്നു, ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഒരു പാലിന്റെ ബോക്സ് കൊണ്ടിട്ട് പുള്ളി എന്തിനാ ഇത്ര ഓവറാക്കണത്? പിന്നെ എന്റെ മൈൻഡില് ഒരു ഗെയിം ഷോ കൂടി അല്ലേ, കുറച്ച് ഷോ കാണിക്കണ്ടേ, കുറച്ച് അഭിനയിക്കണ്ടേ വിചാരിച്ചു ഞാൻ അങ്ങനെ മൈൻഡിൽ പോയി. അങ്ങനെ എന്തിനാ അതൊക്കെ ഷോ കാണിക്കുന്നത്? അങ്ങനെ എനിക്കങ്ങനെ വന്നു പോയി മൈൻഡിൽ. ഭയങ്കര നോർമൽ കാര്യമല്ലേ. പിന്നെ ഞാനും ബാക്ക് പെയിൻ എടുത്ത് കിടന്നപ്പോൾ എത്ര ആൾക്കാർ പറഞ്ഞു നീ അഭിനയിക്കുക. ആ സമയത്ത് അവർ സീരിയസ് ആക്കി എടുത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു 10-20 സെക്കൻഡ്സിന് വേണ്ടി ഡ്രാമ ആയിരിക്കും അല്ലേ. പക്ഷെ 1 മിനിറ്റ് ആയപ്പോൾ ഞാൻ നോക്കി, പുള്ളി റിയാക്ട് ചെയ്യാനുള്ള. പിന്നെ എനിക്ക് കത്തി, ഉയ്യോ ആര്യൻ അത് ശരിക്കും പ്രശ്നമാണ് ഷാനവാസിക്കാന്. അപ്പൊ ഞാൻ ആ സമയത്ത് എല്ലാം മറന്നുപോയി. ഗെയിമൊക്കെ ഞാൻ അത് ഏത് ഷോയിലെ പോലെ എനിക്ക് ആ സമയത്ത് അറിയില്ല. അങ്ങനെ ഞാൻ നെട്ടിപ്പോയി. അപ്പൊ തന്നെ ഷാനവാസിക്ക എനിക്ക് നമുക്ക് കമ്പഷൻ റൂമിൽ പോവാം, ഷാനവാസിക്ക എനിക്ക് പറഞ്ഞപ്പോഴേ അനുമോൾ കൈ പിടിച്ചിട്ട് മാറ്റാ, നീ അവനെ അവിടെ വേറെ ഗെയിമായി, അവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക ഇങ്ങോട്ടും അങ്ങോട്ടും, നീ കൈ മാറ്റടാ. അപ്പൊ ഞാനിങ്ങനെ അനു ഇതൊക്കെ മറക്കാനു വിടുന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചോട്ട് കൈ മാറ്റി. അവിടെ നമ്മൾ തമ്മിൽ കുറച്ച് പ്രശ്നമായി. ഞാൻ എടുത്തിട്ട് വിളിക്കുമ്പോൾ കൺവെൻഷൻ റൂമിനെ പുറത്തെത്തിയപ്പോൾ നിങ്ങൾ ആരും പോകണ്ട, അനീഷേട്ടനും സാബുമോനും അവനെ കൊണ്ട് അകത്താക്കിയേ, കൊല്ലാൻ ശ്രമിച്ച ആൾക്കാരെ പോകണ്ടെന്നൊക്കെ. ഞാൻ തലയിൽ കഴിച്ചിട്ട് എന്റെ പൊന്നോ ആൾക്കാരെ, അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരാളുടെ ഹാർട്ട് പ്രശ്നമാണ് നമുക്ക് റിയലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷിവർ ചെയ്തു. അപ്പൊ ഞാൻ അവിടെ പേടിച്ചു പോയി. പേടിച്ചു പോയി. ഞാൻ അവിടെ നിങ്ങൾ കാണുവാണെങ്കിൽ 30 സെക്കൻഡിനുള്ളിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് 30 സെക്കൻഡിനുള്ളിൽ ഞാൻ പുള്ളിനെ പൊക്കാൻ പോയി. എനിക്ക് മനസ്സിലായത് സത്യമാണെന്ന്. ഫസ്റ്റ് റിയാക്ഷൻ ഒബ്വിയസ്ലി വിൽ ബി യുവർ ഓണസ്റ്റ് റിയാക്ഷൻ. കള്ളായിരിക്കും. പക്ഷെ ദെൻ ഇറ്റ്സ് യുവർ റിയലൈസേഷൻ. എന്റെ ഫസ്റ്റ് ഓണസ്റ്റ് റിയാക്ഷൻ വാസ് ഡ്രാമ. സെക്കൻഡ് റിയലൈസേഷൻ വാസ് പ്രശ്നമാണ്. അപ്പൊ അതിൽ ഞാൻ മാക്സിമം റിയാക്ട് ചെയ്തു. പില്ലോ വന്ന് താഴെ വെച്ചു, പുള്ളിനെ എണീപ്പിച്ച് കൺഫ്യൂഷൻ വരെ കൊണ്ടുപോയി. അപ്പൊ എന്റെ കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പുള്ളിനെ എങ്ങനെയെങ്കിലും ഒരാള് ഈ ഒരു ഹാർട്ട് സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഒരാളെ എങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ വരെ എത്തിക്കാൻ പറ്റുവാണ് മെയിൻ മോട്ടീവ് മൈൻഡിൽ. ഇല്ലെങ്കിൽ അവിടെ ആരാ തെറ്റ്, അവിടെ ആരാ റോങ്, യു ആർ റൈറ്റ്, ഐ എം റോങ്. ഫുൾ ബിഗ് ബോസ് ഗെയിം അവിടെ തുടങ്ങി. യു ആർ റൈറ്റ്, കൈ മാറ്റി ഇങ്ങനെ ചെയ്യില്ല, നീ പോടാ.
ഇങ്ങനെ മൈൻഡ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകണം അയാളെ. ശരിക്കും അന്ന് ലാലേട്ടൻ ആ ഒരു വീക്കെൻഡിൽ വരുന്നതിന് മുമ്പ് എല്ലാവരും ടെൻസ്ഡ് ആയിരുന്നു. നിങ്ങൾ 3 ക്യാപ്റ്റൻസ് നല്ല പേടിച്ച് നിൽക്കായിരുന്നോ? എനിക്ക് പേടിയുണ്ടായില്ല. ഇല്ല, ഓണസ്റ്റ്ലി വെരി കോൺഫിഡന്റ്, നോട്ട് സ്കെയർ അറ്റ് ഓൾ. എനിക്ക് എല്ലാത്തിനും ഉത്തരവുണ്ടായിരുന്നു. ഞാൻ ഐ എം നോട്ട് ഈവൻ ജോക്കിംഗ് ടു യു. നിവിൻ നിവിന്റെ കാര്യമായാലും ഇപ്പൊ നിവിനായാലും അക്ബറായാലും ഞാനായാലും നിവിനൊക്കെ പേടിയുണ്ടായിരുന്നു. നിവിൻ കുറച്ചിങ്ങനെ നല്ല പറഞ്ഞോണ്ടിരിക്കുന്നു അവിടെ പണി വാളും മോനെ എന്നൊക്കെ. പിന്നെ ഡോൺ വരിടാ, ഞാൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണി വരുമ്പോൾ ഒരുമിച്ച് വരും, ഡോൺ വരി മാൻ. എനിക്കറിയാം ഈ പണി എന്ന് പറഞ്ഞാൽ ഞാൻ അധികം ഇട്ടാക്കിയ വലിയ പണിയൊന്നും അല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ വലിയ സീനാക്കി ബഹളാക്കി ഞാൻ മാത്രം അതിനെ സൈഡാക്കിയ സിറ്റുവേഷൻ അല്ല ഈ വീട്. ഇത് ഭയങ്കര കോമൺ കാര്യങ്ങളൊക്കെയാണ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ വീട്ടിലത് സോൾവ് ചെയ്യണം. അങ്ങനെ ആരെ വ്യക്തി ഹത്യാന്നും ഞാൻ ചെയ്തിട്ടില്ല. അതാണ് എന്റെ വേസ്റ്റ് കാർഡ് ഈ വീട്ടിൽ. അങ്ങനെ മാത്രം ചെയ്യരുത്. സോ എനിക്ക് നോർമൽ, എനിക്ക് എല്ലാത്തിന്റെ ഉത്തരം അറിയാം. ലാലിന്റെ കാര്യം ചോദിച്ചു എന്നോട്, ഞാൻ അങ്ങനെ തന്നെ ഈ പറഞ്ഞ ഉത്തരം തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ തോന്നി, ഞാൻ ചിരിച്ചു. പിന്നെ പുള്ളിനെ പൊക്കി കൊണ്ടാക്കി. നമ്മൾ മനുഷ്യന്മാരല്ലേ, നമുക്കും ഈ പറഞ്ഞ പോലെ സഡൻ റിയാക്ഷനും പിന്നെ ലേറ്റ് റിയാക്ഷൻ ഒക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെ ഉണ്ടായ സാധനമാണ് അത്. ഈ ആദ്യം മുതൽ നോക്കുകയാണെങ്കിൽ എവിക്ഷന്റെ ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ അക്ബറിന്റെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് എല്ലാവരും എവിക്റ്റായി ആദ്യം മുതൽ അപ്പാനി മുതൽ എല്ലാവരും അങ്ങനെ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാല് എന്താണ് അക്ബർ അവിടുത്തെ മാൻട്രിക് ആണോ? ഇല്ല, എനിക്കങ്ങനെ ഞാൻ ഈ ഗെയിം ഒബ്സർവ് ചെയ്യുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ കളിക്കുമ്പോൾ നമ്മളായിട്ടാണ് മെയിൻ ആയിട്ട് കാണുന്നത്. ഞങ്ങൾ മെയിൻ പ്ലെയർ, ബാക്കി എല്ലാവരും ബെസ്റ്റ് ഓഫ് ലക്ക്. അങ്ങനെയല്ലേ മെന്റാലിറ്റി. അപ്പൊ ആ സമയത്ത് ഞാൻ അക്ബർ ഇങ്ങനെയാണെന്ന് കണ്ടിട്ടില്ല. അക്ബർ നല്ല പ്ലെയർ ആണ്, പക്ഷെ അത് എന്റെ ഫ്രണ്ട്, എന്റെ സുഹൃത്താണ് പുള്ളി. അപ്പൊ ആ സമയത്ത് ഞങ്ങളൊക്കെ ഭയങ്കര നല്ല റാപ്പിൽ പോകുന്നൊരു സമയത്ത് പുള്ളി ആരുടെ കൂടെ ഉണ്ടോ, പുള്ളിനെ ആരെ സപ്പോർട്ട് ചെയ്യണോ, അങ്ങനെ ഞാൻ ഡീപ്പായിട്ട് അങ്ങനെ ഈ കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. ഐ ഹവ് ജസ്റ്റ് ബീൻ പ്ലേ മൈ ഗെയിം. നമ്മൾ ലാലേട്ടൻ പറഞ്ഞൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഫ്രം ഡേ 30, 40, 50 I don't remember when he told, ആ ദിവസം തൊട്ട് ഈ സാധനം എൻ്റെ മൈൻഡിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ലാലേട്ടൻ പറഞ്ഞത്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഗെയിം ബെറ്റർ ആക്കാൻ വേണ്ടി കളിക്കുക, വേറെ ആളുടെ ഗെയിം താഴ്ത്താൻ വേണ്ടി കളിക്കരുത്. ഐ ഫെൽറ്റ് സോ ഹാപ്പി. ഐ സെഡ് ലാലേട്ട ബ്യൂട്ടിഫുൾ വേർഡ്സ് മാൻ. നമ്മൾ എന്തിനാണ് വേറെ ആളെ അവൻ ചെയ്ത കുറ്റാണ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ ടാസ്ക് വരുമ്പോൾ ഞാൻ എന്നെ തന്നെ ബെറ്റർ ആക്കാൻ വേണ്ടി യോഗ ചെയ്യുന്നു, എന്തെങ്കിലും മെന്റലി പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, അല്ല ഫുഡ് കഴിക്കുന്നു. അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക ഫോർ വാർ. ബിഗ് ബോസ് ഹൗസ് ഇസ് എ വാർ. അതിൽ സ്വോർഡൊക്കെ ഷാർപ്പൻ ചെയ്ത് എല്ലാം വെയിറ്റ് ചെയ്യണ വാറിന് വേണ്ടി. ആ സമയത്ത് നമ്മൾ അപ്പൊ തന്നെ മറ്റേ ആൾക്കാരെ കുറ്റം അല്ലെങ്കിൽ മറ്റേ ആൾക്കാരെ എന്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന കുണിച്ചിട്ടുകൊണ്ട് കാര്യമില്ല. എന്റെ ഗെയിം സ്റ്റാർട്ട് ചെയ്തല്ല, എന്റെ ഗെയിം സ്റ്റാർട്ട് ചെയ്താൽ എന്റെ ഗെയിം എങ്ങനെ ബെസ്റ്റ് ആക്കാൻ പറ്റുമെന്ന് ഞാൻ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റേ ആൾക്കാരെ നെഗ് അടിപ്പിക്കാത്ത രീതിക്ക്. നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, എനിക്ക് പുറത്ത് അങ്ങനെ ഞാൻ ഒരാളുടെ കുറ്റം പറഞ്ഞിട്ട് അങ്ങനെ വാദ വൈറലൊന്നും ആയിട്ടുണ്ടാവും. ഐ എം പ്രിറ്റി ഷുവർ ഐ ക്യാൻ സൈൻ ആൻഡ് ഗിവ് യു. ഞാൻ ആളിങ്ങനെ കുറ്റം പറയുന്നു, തിണ്ടി സാധനം അങ്ങനെ വൈറലായിട്ടുണ്ടാവില്ല. എനിക്ക് അത്ര ഉറപ്പ്. ഞാൻ വീട്ടിൽ അങ്ങനെ കുണിഷ്ട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ക്രൂസിഫൈ ചെയ്ത് സംസാരിച്ചിട്ടില്ല. ഞാൻ കലക്കാക്കി ഉണ്ടാവും, ആരും മോള് ബാക്കിൽ കിടക്കുന്നത് എന്തുവാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എൻ്റെ ഒരു കോമഡി സെൻസ് ഓഫ് ഹ്യൂമറാണ്. അതല്ലാത്ത ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരാളെ ക്രൂസിഫൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടി സംസാരിച്ചിട്ടില്ല ഈ വീട്ടിൽ. ദാറ്റ്സ് മീ.